അതായത് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങളുള്ള പേഷ്യൻസിന് നമ്മൾ ഇൻഹലേഴ്സ് അല്ലെങ്കിൽ ഹോം നെബുലൈസേഷൻ നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. അപ്പോൾ പേഷ്യൻസിന് നമ്മൾ ഇൻഹലേഴ്സ് കൊടുക്കുന്ന ടൈമിലുള്ള ഇൻഡിക്കേഷൻ അല്ല നമ്മൾ നെബുലൈസേഷൻ കൊടുക്കുന്നത്. നെബുലൈസേഷൻ എപ്പോഴും നമ്മളൊരു രോഗത്തിൻ്റെ സിവിയറിറ്റി വെച്ചിട്ടും ആ ഒരു വീസിങ് അല്ലെങ്കിൽ റെസ്പിറേറ്ററി ഓസ്കൾട്ടേഷൻ കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു രോഗത്തിൻ്റെ സിവിയറിറ്റി വെച്ചിട്ടായിരിക്കും നമ്മളെപ്പോഴും നെബുലൈസേഷൻ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നെബുലൈസേഷൻ കൊടുക്കുന്ന സമയത്ത് ഒരു ഇൻഡിക്കേഷൻ അല്ല, കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ് ഇൻഹലേഴ്സിൽ കൊടുക്കുന്നത്. അപ്പോൾ മിക്ക പേഷ്യൻസിന് എപ്പോഴും കംഫർട്ടബിൾ ആയിട്ടുള്ളത് അല്ലെങ്കിൽ കൺവീനിയൻ്റ് ആയിട്ടുള്ളത് എപ്പോഴും നെബുലൈസേഷൻ ആയിരിക്കും. അപ്പോൾ പേഷ്യൻസിൻ്റെ പൊതുവേ ഉള്ളൊരു ടെൻഡൻസിയാണ് അവർക്ക് അധികം വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിലും ഒരിക്കൽ എപ്പോഴെങ്കിലും ബുദ്ധിമുട്ടുള്ളപ്പോൾ നെബുലൈസേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും നെബുലൈസേഷൻ തനിയെ എടുക്കാനായിട്ടുള്ള ഒരു പ്രവണത മിക്ക പേഷ്യൻസിനും ഉണ്ടാവും. കാരണം അവർ കൂടുതൽ കംഫർട്ടബിൾ ആയിട്ടുള്ളത് നെബുലൈസേഷൻ എടുക്കാനാണ്. പക്ഷേ ഇങ്ങനെ ശ്വാസകോശ രോഗമുള്ള പേഷ്യൻസ് എപ്പോഴും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത്